Hi friends, welcome to c-meditech online. So നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2023 Gpat ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഡിസ്കഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം 2024 ഇപ്പൊ Gpat വരാറായി. അപ്പൊ ചില സമയങ്ങളിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊക്കെ ചിലപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാറുണ്ട്. അത് ഒന്നില്ലെങ്കിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെ വരാം, അല്ലെങ്കിൽ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഒരു ട്വിസ്റ്റഡ് രീതിയിൽ ചിലപ്പോൾ ചോദിക്കാം. കാരണം ക്വസ്റ്റ്യൻ സെയിം ആയിരിക്കാം, പക്ഷെ അത് ചോദിക്കുന്ന രീതി ചിലപ്പോൾ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതേപോലെ തന്നെ ചില സമയത്ത് ഇതേ ഭാഗത്തു നിന്ന് തന്നെ, അതായത് ഇപ്പൊ 2023 കാണുന്ന പല സെയിം ഏരിയാസിൽ നിന്നും വേറെ രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് 2024 വന്നുകൂടായില്ല. അങ്ങനെ കുറെ പ്രാവശ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. കാരണം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നാവും മിക്കവാറും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. അപ്പൊ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊല്ലവും നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം എന്നുള്ള രീതിക്കാവും വരുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പൊ അതിലത്തെ ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ച് പോവാം. അപ്പൊ മനസ്സിലാക്കേണ്ടത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ വരുന്നല്ല ഞാൻ ഉറപ്പ് പറയണത്, പക്ഷെ അതിൽ നിന്നും വരാം, ചാൻസ് കൂടുതലാണ്. കാരണം ഈ ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചോദിച്ചിട്ടുള്ള കാരണം ആ ഒരു ഏരിയയിൽ നിന്ന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ നോക്കി വെച്ച് പോകണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ കോളേജ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം. ഇപ്പൊ കോളേജിൽ നിന്ന് ഏകദേശം ഒരു 28 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 28 ക്വസ്റ്റ്യൻസ് ആണ് കോളേജ് പാർട്ടിൽ നിന്ന് നമ്മുടെ Gpat 2023 ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസിൽ മുമ്പ് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഏതൊക്കെ ഏരിയാസ് നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ആ ഏരിയാസ് ഒക്കെ നന്നായിട്ട് സ്ട്രോങ് ആക്കി വെച്ച് പോവുക. മറ്റൊന്നും പഠിക്കേണ്ടതല്ല ഞാൻ പറയുന്നത്, മറ്റൊന്നും പഠിക്കണം, അതിന്റെ കൂടെ ഇതും കൂടി ഒന്ന് ശ്രദ്ധിച്ചു വെച്ചിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 87 ആണ്. സോ അവിടെ പറഞ്ഞിരിക്കുന്നത് trastuzumab is A or an A angiogenesis inhibitor, B EGF receptor, that is HER1 inhibitor, C എന്ന് പറയുന്നത് BCR ABL tyrosine kinase inhibitor, D EGFR or HER2 inhibitor. സോ ഇതിൽ 4 ഏതാണ് ട്രസ്റ്റുസുമാബ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ട്രസ്റ്റുസുമാബ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഇസ് എ മോണോക്ലോണൽ ആന്റിബോഡി ഡ്രഗ് അല്ലെ. അപ്പൊ മോണോക്ലോണൽ ആന്റിബോഡി ആയിട്ടുള്ള കൈൻഡ് ഓഫ് ഡ്രഗ് ആണ് നമ്മുടെ ട്രസ്റ്റുസുമാബ് എന്ന് പറയുന്നത്. സോ ഇതിൽ ഏത് കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി EGFR or HER2 ഇൻഹിബിറ്റർ ആണ്. HER2 ഇൻഹിബിറ്റർ എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. ദാറ്റ് ഈസ് എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്ററിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഡ്രഗ് ആണ് നമ്മുടെ ട്രസ്റ്റുസുമാബ് എന്ന് പറയുന്നത്. സോ അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് കാണാം. സോ കറക്റ്റ് ഓപ്ഷൻ ഡി EGFR or HER2 ഇൻഹിബിറ്റർ ആണ്. സോ ട്രസ്റ്റുസുമാബ് എന്ന് പറയുമ്പോൾ EGFR or HER2 ഇൻഹിബിറ്റർ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രസ്റ്റുസുമാബ്, ഈ മാബുകൾ അവസാനം വരുന്നതൊക്കെ എന്താണ്? മോണോക്ലോണൽ ആന്റിബോഡീസ് ആണ്. Okay, so it is a humanized monoclonal antibody which binds to EGFR, that is epidermal growth factor receptor, which is also termed as HER2, that is human epidermal receptor growth factor receptor ആണ്. And it may inhibit സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ. സോ നേരെ എന്ത് ചെയ്യും? നമ്മുടെ ഈ ട്രസ്റ്റുസുമാബ് എന്ന് പറയുന്ന ഈ മോണോക്ലോണൽ ആന്റിബോഡി ആയിട്ടുള്ള ഡ്രഗ് നേരെ പോയിട്ട് ഈ HER2, ദാറ്റ് ഈസ് എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്റർ, അവിടെ പോയിട്ട് ബൈൻഡ് ചെയ്തതിന് ശേഷം അവിടുത്തെ സിഗ്നൽ ട്രാൻസ്ഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ള മെക്കാനിസം ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെയാണ് ഇവിടെ മെക്കാനിസം ഓഫ് ആക്ഷൻ വരുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്ലാസിഫിക്കേഷൻസ് പറയാം. കുറച്ച് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗും അവർ ഏത് ടാർഗറ്റ്സിലൊക്കെയാണ് ആക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് പറയാം. സോ ആദ്യം തന്നെ നമുക്ക് ഈ മോണോക്ലോണൽ ആന്റിബോഡീസിന്റെ മെക്കാനിസം ഓഫ് ടാർഗറ്റ് ഡ്രഗ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ മോണോക്ലോണൽ ആന്റിബോഡീസിൽ തന്നെ IgE ആന്റിബോഡീസിനോട് എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗുകൾ ഉണ്ടായിരിക്കും. അതായത് ഒമാലിസുമാബ്, ലിഗലിസുമാബ്, ക്യുലിസിസുമാബ്, അതൊക്കെ എന്താണ്? അതൊക്കെ IgE ആന്റിബോഡീസിനോട് അഫിനിറ്റി ഉള്ള കൈൻഡ് ഓഫ് ഡ്രഗ്സ് ആണ്. ഇനി അതേസമയം ടുവേർഡ്സ് സെൽ സർഫസ് മോളിക്യൂൾ, അതായത് സെൽ സർഫസ് മോളിക്യൂൾസിനോട് അഫിനിറ്റി ഉള്ള ഡ്രഗ് ഓഫ് അല്ലെങ്കിൽ അഫിനിറ്റി ഉള്ള ടൈപ്പ് ഓഫ് മോണോക്ലോണൽ ആന്റിബോഡീസിന്റെ എക്സാമ്പിൾ ആണ് റിട്ടുസിമാബ്, ബാസിലിസിമാബ്, ഇഫാലിസുമാബ്, അങ്ങനത്തെ ഡ്രഗുകളൊക്കെ. ഓക്കെ, സോ അതൊക്കെ എവിടെയാണ് അതിൻ്റെതായിട്ടുള്ള ടാർഗറ്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ആന്റി CD20, ആന്റി IL-2 റിസപ്റ്റർ, ഇന്റർലൂക്കിൻ 2 റിസപ്റ്റർ, ദാറ്റ് ഈസ് പിന്നെ ആന്റി LFA1, അതൊക്കെയാണ് അതിന്റെ റിസപ്റ്റർ ആയിട്ട് പറയുന്നത്. ഈ ടുവേർഡ് സോളിബിൾ മീഡിയേറ്റേഴ്സ് ആൻഡ് സൈറ്റോകൈൻസ്. അപ്പൊ സൈറ്റോകൈൻസിനോട് സോളിബിൾ മീഡിയേറ്റേഴ്സിനോട് ടുവേർഡ്സ് അഫിനിറ്റി ഉള്ള കൈൻഡ് ഓഫ് മോണോക്ലോണൽ ആന്റിബോഡീസ് ആണ് ഇൻഫ്ലിക്സിമാബ്, അഡാലിമുമാബ്, ഡാക്ലിസുമാബ്, അതേപോലെ ലനാഡലുമാബ്, അങ്ങനത്തെ ഡ്രഗുകളൊക്കെ. ഈ ട്യൂമർ ആന്റിജനോസിനോട് എഫക്ട് കാണിക്കുന്ന ആൾക്കാരാണ് ഈ സെറ്റുസിമാബും ട്രസ്റ്റുസുമാബും ഒക്കെ പറയുന്നത്. അതായത് നമുക്ക് ട്യൂമർ കൈൻഡ് ഓഫ് ആന്റിജൻസ് ഉണ്ടെങ്കിൽ അതിനോട് എഫക്ട് കാണിക്കുന്നതാണ്. അതിൽ തന്നെ വെറും EGFR-നോട് ആക്ട് കാണിക്കുന്ന അഫിനിറ്റി കാണിക്കുന്ന ഡ്രഗ് അല്ലെങ്കിൽ അതിനോട് ഇന്ററാക്ഷൻ കാണിക്കുന്ന ഡ്രഗാണ് സെറ്റുസിമാബ്. അതേസമയം ട്രസ്റ്റുസുമാബ് ആക്ട് ചെയ്യുന്ന റിസപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ HER2 ഇൻഹിബിറ്റർ, അല്ലെങ്കിൽ HER2 റിസപ്റ്ററിൽ പോയി ബൈൻഡ് ചെയ്തിട്ട് ഇൻഹിബിറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ ട്രസ്റ്റുസുമാബ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആണ്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 88th ക്വസ്റ്റ്യൻ ആണ്. വെൻ എ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ ഇസ് മെയ്ഡ്, എപ്പോഴാണ് ഒരു ന്യൂ ഡ്രഗ് അപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള സബ്മിഷൻസ് ഒക്കെ നമ്മൾ നടത്തേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത്. എ once an animal studies are done is declared safe in animals. Animal studies done are declared, or once animal studies are done which is declared safe in animals. B, once the animal studies are done and declared safe and effective in animal studies. C, after the phase 3 clinical trial. D, after phase 4 clinical trial. സോ ഫേസ് 4 എന്ന് പറയുമ്പോൾ എന്താണ്, അത് പോസ്റ്റ് മാർക്കറ്റിംഗ് സർവൈലൻസ് ആയി അല്ലെ. അപ്പൊ ഫേസ് 3 എന്ന് പറയുമ്പോഴാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, റിസ്ക് ബെനിഫിറ്റ് അനാലിസിസ് ഒക്കെ നടത്തുന്നത് സത്യം പറഞ്ഞാൽ ഫേസ് 3 ആണ്. അപ്പൊ ഏതൊരു ട്രയൽ ആകുമ്പോൾ നമുക്കറിയാം ഫേസ് 0, ഫേസ് 1, ഫേസ് 2, ഫേസ് 3, ഫേസ് 4. ഫേസ് 4 എന്ന് പറയുമ്പോൾ ഡ്രഗ് പൊതുനിരത്തിൽ ഇറങ്ങിയതിന് ശേഷം അതിന്റെ സൈഡ് എഫക്റ്റുകളും അതേപോലെ തന്നെ അതിന്റെ എഫക്റ്റുകളൊക്കെ ലാർജ് സ്കെയിൽ ഓഫ് പോപ്പുലേഷനിൽ പരീക്ഷിച്ച് വരുന്നതിനെയാണ് ഫേസ് 4 എന്ന് പറയുന്നത്. അത് എപ്പോഴും നമ്മളൊരു ഫിസിഷ്യൻ ത്രൂ ആണ് ചെയ്യുക, അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതേസമയം ഫേസ് 3 എന്ന് പറയുമ്പോൾ നമ്മൾ റിസ്ക് ബെനിഫിറ്റ് അനാലിസിസ് ഒക്കെ നടത്തുന്ന ഒരു സ്റ്റേജ് ആണ് ഫേസ് 3. ഫേസ് 3 എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഫേസ് 2വിനെക്കാട്ടിലും കുറച്ചും കൂടി പോപ്പുലേഷനിൽ കൂടുതൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആ സമയത്താണ് ഒരു ഡ്രഗിന്റെ എഫക്റ്റീവ്നെസ് വേഴ്സസ് അതിന്റെ റിസ്ക് റേഷ്യോസ് ഒക്കെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നത് ഓപ്ഷൻ സി ആണ്. എപ്പോഴും ഒരു ഫേസ് 3 ക്ലിനിക്കൽ ട്രയൽ കഴിഞ്ഞിട്ട് ഡ്രഗിന്റെ എഫിക്കസിയും സേഫ്റ്റിയും ഒക്കെ ഏകദേശം മനസ്സിലായി കഴിയുമ്പോഴാണ് നമ്മൾ ഒരു ന്യൂ ഡ്രഗ് അപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള സബ്മിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ആക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എന്താ നമ്മുടെ ഉത്തരം വരിക, ഓപ്ഷൻ സി, ആഫ്റ്റർ ഫേസ് 3 ക്ലിനിക്കൽ ട്രയൽസ് ആണ് ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി, ആഫ്റ്റർ ഫേസ് 3 ക്ലിനിക്കൽ ട്രയൽ. ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ സി ആണ് വരിക. ദാറ്റ് ഈസ് ആഫ്റ്റർ ഫേസ് 3. ഇവിടെ തെറ്റിയ ഇതാണ് ഫേസ് 3, ഓപ്ഷൻ സി ആണ്. ആഫ്റ്റർ ഫേസ് 3 ക്ലിനിക്കൽ ട്രയൽ. So after phase 3 clinical trial, a new drug application is submitted to the licensing authority like FDA, who if convinced give marketing permissions, restricted marketing permission for use only in hospital with specific monitoring facilities. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ആഫ്റ്റർ ഫേസ് 3 ക്ലിനിക്കൽ ട്രയലിന് ശേഷം നമ്മൾ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൺവിൻസ്ഡ് ആയിട്ട് അവർ എന്ത് ചെയ്യും, അത് മാർക്കറ്റിംഗ് ചെയ്യാൻ, അതായത് പോസ്റ്റ് മാർക്കറ്റിംഗ് എന്നുള്ള ആ ഒരു ഘട്ടത്തിലേക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ ആ ഡ്രഗിനെ മാർക്കറ്റ് ചെയ്യാനുള്ള പെർമിഷൻസ് ഒക്കെ തന്നെ കൊടുക്കും. ഇനി എന്തെങ്കിലും കാരണവശാൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് പെർമിഷൻസ് കിട്ടുകയാണെന്ന് വെച്ചാൽ ഇത്തരം ഡ്രഗ്സ് നമുക്കൊരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു കൺട്രോൾഡ് സെറ്റിംഗിൽ മാത്രമേ, അതായത് ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റലിലൊക്കെ മാത്രമേ യൂസ് ചെയ്യുന്നത്, മാത്രമല്ല അത് ക്രിട്ടിക്കലി മോണിറ്റർ കൂടി ചെയ്യും. അതായത് നമ്മൾ ആഫ്റ്റർ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം എല്ലാ ഫാക്ടേഴ്സും അതിന്റെ എല്ലാ പാരാമീറ്റേഴ്സും സാറ്റിസ്ഫാക്ടറി ആണെന്ന് എന്നിരിക്കെ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ നമ്മുടെ അപ്രൂവ്ഡ് ആവുള്ളൂ. ഇനി അത് അങ്ങനെ അല്ലാത്ത പക്ഷം അവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് മാർക്കറ്റിംഗ് പെർമിഷൻസ് മാത്രമേ കൊടുക്കുള്ളൂ. അങ്ങനത്തെ കേസിലാണെങ്കിൽ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ ഒരു അല്ലെങ്കിൽ നമ്മൾ ഈ പർട്ടിക്കുലർ ഡ്രഗ് ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റ് അഥവാ ഒരു ഹോസ്പിറ്റലിലൊക്കെ ക്രിട്ടിക്കൽ മോണിറ്ററിംഗിന്റെ അണ്ടറിൽ മാത്രമേ യൂസ് ചെയ്യാനായിട്ടുള്ള അനുമതി കിട്ടാറുള്ളൂ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 നമ്മൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 89 ആണ്. Identify the drug that is not among the drugs recommended as first time drug in the treatment of partial seizures with or without generalization. അതായത് ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്, ഇപ്പൊ ഒരു പേഷ്യന്റിന് ഒരു പാർഷ്യൽ സീഷർ ഉണ്ട്, ഇറ്റ് ഇസ് ജനറലൈസ്ഡ് ആവാം അല്ലെങ്കിൽ നോട്ട് ജനറലൈസ്ഡ് ആവാം. ഇത് തന്നെയാണെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡഡ് ആയിട്ടുള്ള ഫസ്റ്റ് ലൈൻ ചോയ്സ് ഓഫ് ഡ്രഗ് ഈ പറഞ്ഞ 4 ഏതാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ അതിന് റെക്കമെൻഡ് ആയിട്ടുള്ള ഫസ്റ്റ് ടൈം കൊടുക്കാൻ പറ്റുന്ന ഡ്രഗ് ഈ പറഞ്ഞ 4 ഏതാണെന്ന ക്വസ്റ്റ്യൻ. അതിൽ ഓപ്ഷൻസ് എ കാർബമാസിപ്പൈൻ, ബി വാൽപ്രോവേറ്റ്, സി ഡയാസിപ്പാം, ഡി ലാമോട്രിഗിൻ. അതായത് നമുക്ക് ഒരാൾക്ക് പാർഷ്യൽ സീഷേഴ്സ് ഉണ്ട്, അതായത് ജനറലൈസ്ഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജനറലൈസ്ഡ് അല്ലാതെ ആയിക്കോട്ടെ, അങ്ങനത്തെ പാർഷ്യൽ സീഷറിലുള്ള ഒരാളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇതിൽ ഫസ്റ്റ് ടൈം ഡ്രഗ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഡ്രഗ് ഓഫ് ചോയ്സ് ഏതാണെന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ, അതായത് കൊടുക്കാൻ പറ്റാത്ത ഡ്രഗ് ഏതാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ, നോട്ട് എമംഗ് ദ ഡ്രഗ്സ്. ഇതിൽ ഒരു ഡ്രഗ് അതിൽ ഫസ്റ്റ് ടൈം ഡ്രഗ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല, അത് ഏതാണെന്നായിരുന്നു ചോദ്യം. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഡയാസിപ്പാം ആണ്. ഡയാസിപ്പാം നമ്മൾ അങ്ങനെ ഒരു ഫസ്റ്റ് ടൈം ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് ഓഫ് പാർഷ്യൽ സീഷേഴ്സ് ആയിട്ട് കൊടുക്കുന്ന ഡ്രഗ് അല്ല. സോ ഡയാസിപ്പാം ആണ് അവിടെ അല്ലാത്തത്. ബാക്കി കാർബമാസിപ്പാനും വാൽപ്രോവേറ്റും ലാമോട്രിഗിനും ഒക്കെ നമ്മൾ ഓരോരോ കണ്ടീഷൻ ഓഫ് സീഷേഴ്സിൽ ഫസ്റ്റ് ചോയ്സ് ഓഫ് ഡ്രഗ് ആയിട്ട് കൊടുക്കാറുണ്ട്. അതേസമയം ഡയാസിപ്പാം അങ്ങനെ നമ്മൾ ഡയറക്ട്ലി സീഷേഴ്സിന്റെ കൺട്രോളിന് വേണ്ടി അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് അല്ല. ഓക്കെ, സോ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ കാണാം. സോ ഓപ്ഷൻ സി ഉണ്ടോ, ഡയാസിപ്പാം ആണ്. പാർഷ്യൽ ഓൺസെറ്റ് സീഷേഴ്സിനൊക്കെ സിമ്പിൾ ആയിക്കോട്ടെ, കോംപ്ലക്സ് ആയിക്കോട്ടെ, സെക്കൻഡറി ആയിക്കോട്ടെ, അത് നമ്മൾ കാർബമാസിപ്പൈനും ഫെനിറ്റോയിനും ഒക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. അതേസമയം അത് മാത്രമല്ല, അതിന്റെ കൂടെ ഒരു ഫസ്റ്റ് ചോയ്സ് ഓഫ് ഡ്രഗ് ആയിട്ട് പറയുന്നത് കാർബമാസിപ്പൈനും ഫെനിറ്റോയിനും ആണ്. അത് കൂടാതെ നമ്മൾ വാൽപ്രോവേറ്റും ലാമോട്രിഗിനും ടോപ്പിറാമേറ്റും ഒക്കെ തന്നെ യൂസ് ചെയ്യാറുണ്ട് ട്രീറ്റ്മെന്റിന് വേണ്ടി. ഫസ്റ്റ് ചോയ്സ് കാർബമാസിപ്പൈനും ഫെനിറ്റോയിൻ തന്നെയാണ്. അതേസമയം ജനറലൈസ്ഡ് ഓൺസെറ്റിന്റെ കേസിലാണ് വെച്ചാൽ ആബ്സെന്റ് സീഷർ ആണെങ്കിൽ നമ്മൾ എക്ടോസെക്സിമൈഡ് യൂസ് ചെയ്യും. ക്ലോണിക് ആണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക, വാൽപ്രോവേറ്റ്, ഫെനിറ്റോയിൻ, കാർബമാസിപ്പൈൻ അതൊക്കെ യൂസ് ചെയ്യും. മയോക്ലോണിക് ആണെങ്കിൽ നമ്മൾ ബെൻസോഡയാസിപ്പൈൻസ് യൂസ് ചെയ്യാറുണ്ട്. ടോണിക് അറ്റോണിക് സീഷേഴ്സ് ആണെന്ന് വെച്ചാൽ BDZ,
ഫെൽബാമേറ്റ്, വിഗാബാറ്റ്. സോ ഇത്രയും ഡ്രഗ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ വാൽപ്രോവേറ്റും ലാമോട്രിഗിനും ടോപ്പിറാമേറ്റും ഒരു സെക്കൻഡ് ചോയ്സ് ഓഫ് ഡ്രഗ് പോലെ തന്നെ യൂസ് ചെയ്യാറുണ്ട് പല കേസുകളിലും. എന്നാലും എവിടെ തന്നെ നമുക്ക് ഡയാസിപ്പം പറഞ്ഞതായിട്ട് കാണാനില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഡയാസിപ്പം എന്ന് പറയുന്ന ഡ്രഗ് ഇതിന്റെ ഒരു ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് ഇത്തരം ട്രീറ്റ്മെന്റുകൾക്ക് യൂസ് ചെയ്യുന്നില്ല ഫിക്സിന്റെ കേസിൽ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റൻ ആണ് കാണാൻ പോകുന്നത്. നമ്പർ 90 ആണ് കാണാൻ പോകുന്നത്. വാട്ട് ഡു യു മീൻ ബൈ ഓർഫൻ ഡ്രഗ്? ഓർഫൻ ഡ്രഗ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഇവിടെ. സോ എ ഡ്രഗ് ഫോർ എ ഡിസീസ് വിച്ച് ഈസ് നോട്ട് ഹാവിംഗ് എനി അതർ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അറ്റ് ഓൾ. B, a drug which is useful for rare diseases. C, a drug that is available in abundance. D, a drug meant to be distributed among the orphans who cannot afford the cost of the drug. So ഇതിൽ ഏതാണ് ഓർഫൻ ഡ്രഗ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പൊതുവെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ പറയുന്നത് എ ഡ്രഗ് ഫോർ എ ഡിസീസ് വിച്ച് ഈസ് നോട്ട് ഹാവിംഗ് എനി അതർ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അറ്റ് ഓൾ. അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് അല്ല, അതായത് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഒന്നും തന്നെ ഇല്ലാത്ത കേസിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡ്രഗ് അല്ല ഓർഫൻ ഡ്രഗ്. ഇനി എ ഡ്രഗ് ദാറ്റ് ഈസ് അവൈലബിൾ ഇൻ അബണ്ടന്റ് ആയിട്ട് കിട്ടുന്ന ഡ്രഗിന് നമുക്ക് ഒരിക്കലും ഓർഫൻ ഡ്രഗ് എന്ന് പറയണ്ടല്ലോ. നമുക്കിപ്പോൾ കുറെ ഡ്രഗുകൾ അബണ്ടന്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലെ. ഷുഗറിന്റെ ഡ്രഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിപിയുടെ ഡ്രഗ്സ്, അത്രയും ഡ്രഗ്സ് ഒക്കെ നമ്മൾ അബണ്ടന്റ് ആയിട്ട് അവൈലബിൾ ആവുന്ന ഒരുപാട് ഡ്രഗ് ഉണ്ട്. ഇപ്പൊ ആസ്പിരിൻ, അതിനെ നമ്മൾ ഓർഫൻ ഡ്രഗ് എന്ന് വിളിക്കാറില്ല. ഇനി മൂന്നാമത് എ ഡ്രഗ് മെന്റ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദ ഓർഫൻസ് ഹു കാനോട്ട് അഫോർഡ് ദ കോസ്റ്റ് ഓഫ് ഡ്രഗ്. അത് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി തന്ന ഓപ്ഷനാണ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യും, ഓർഫൻ ഡ്രഗ് ആണ് ഇനി ഇങ്ങനെ കുത്തിയാലോ വെച്ച് കറക്റ്റ് കുത്തുന്ന ടീമിനെ തെറ്റിക്കാൻ വേണ്ടി തന്ന ഓപ്ഷനാണ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത്. അത് ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നുന്നേ ഇല്ല അല്ലെ. സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ പറയുന്നത് ഓപ്ഷൻ ബി ആണ്. എ ഡ്രഗ് വിച്ച് ഈസ് യൂസ്ഫുൾ ഫോർ എ റയർ ഡിസീസ്. ഇപ്പൊ ഒരു റയർ ഡിസീസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഓർഫൻ ഡ്രഗ് എന്ന്. ഓക്കെ, ഇതിന്റെ പേര് ഓർഫൻ ഡ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം, ഓർഫൻ ഡ്രഗിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ എ ഡ്രഗ് വിച്ച് ഈസ് യൂസ്ഫുൾ ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് എ റയർ ഡിസീസ്. റയർ ഡിസീസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് ഓർഫൻ ഡ്രഗ്. ഡെഫിനേഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി, എ ഡ്രഗ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് റയർ ഡിസീസ്. സോ ഓർഫൻ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് ദാറ്റ് വൺസ് യൂസ്ഡ് ഫോർ ദ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് റയർ ഡിസീസ്. അതായത് ഒരു പർട്ടിക്കുലർ ഡ്രഗ് നമ്മളിപ്പോൾ ഒരു റയർ ഡിസീസിന്റെ ഡയഗ്നോസിസിനോ ട്രീറ്റ്മെന്റോ പ്രിവെൻഷനോ ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, നമ്മുടെ ഓർഫൻ ഡ്രഗ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള ഓർഫൻ ഡ്രഗ്സ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടൂസിമാബ്, നമ്മൾ ഓൺകോളജി, അതായത് നമ്മുടെ ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടി ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഓർഫൻ ഡ്രഗ് ആണ് റിട്ടൂസിമാബ് എന്ന് പറയുന്നത്. അതേസമയം ഒപ്താൽമോളജിയിൽ യൂസ് ചെയ്യുന്ന ഒരു ഓർഫൻ ഡ്രഗ് ആണ് റാനിബിസുമാബ്. അതേപോലെ EPR മെറ്റബോളിസത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്ന ഡ്രഗ്. ഇനി ഓങ്കോളജിയിൽ യൂസ് ചെയ്യുന്ന വേറൊന്നാണ് ലെനാലിഡോമൈഡ്, ഇമാറ്റിഡിബ് മെസിലേറ്റ് എന്നൊക്കെ പറയുന്നത്. ഹെമറ്റോളജിയിൽ യൂസ് ചെയ്യുന്ന ഒരു ഓർഫൻ ഡ്രഗ് ആണ് ഫിൽഗ്രാസ്റ്റിൻ. അതേപോലെ MSPയിൽ യൂസ് ചെയ്യുന്നതാണ് ഗ്ലാറ്റിറാമർ അസറ്റേറ്റ് എന്ന് പറയുന്ന ഡ്രഗ്. ഹെമറ്റോളജിയിൽ യൂസ് ചെയ്യുന്ന വേറൊരു ഡ്രഗാണ് റീകോമ്പിനന്റ് ഫാക്ടർ 8 എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഒക്ടോകോക് ആൽഫ എന്ന് പറയുന്ന ഡ്രഗ്. ഈ കാർഡിയോവാസ്കുലർ കണ്ടീഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓർഫൻ ഡ്രഗ് ആണ് ബോസെൻറ്റൽ മോണോഹൈഡ്രേറ്റ്. അതേപോലെ നമ്മൾ ഓങ്കോളജിയിൽ യൂസ് ചെയ്യുന്ന വേറൊരു ഡ്രഗ് ആണ് ബോർട്ടിസോമിപ്പ്. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ ഓർഫൻ ഡ്രഗിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ പ്രാവശ്യം ഇപ്പൊ ഏതെങ്കിലും ഓർഫൻ ഡ്രഗ്, കുറച്ച് ഡ്രഗ് തന്നിട്ട് ഇതിൽ ഏതാണ് ഓർഫൻ ഡ്രഗ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഈ ലിസ്റ്റ് കൂടി ജസ്റ്റ് നോക്കി വെച്ചിട്ട് പോയേക്കാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 91 ആണ് നമ്മൾ പറയാൻ പോകുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹൈപ്പർ ലിപ്പിഡീമിക് ഡ്രഗ് ആക്ട് വയ GPCR, ദാറ്റ് ഈസ് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്ററിലൂടെ ആക്ട് ചെയ്യുന്ന ഹൈപ്പർ ലിപ്പിഡീമിക് ഡ്രഗ് ഈ താഴെ തന്നതിൽ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് ഏതൊക്കെയായിരുന്നു? എ നിക്കോട്ടിനിക് ആസിഡ്, ബി ഫെനോഫിബ്രേറ്റർ, സി അറ്റോവാസ്റ്റാറ്റിൻ, ഡി എസെറ്റിമൈൽ. സോ ഇതിൽ ഏത് ഡ്രഗ് ആണ് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്ററിലൂടെ ആക്ട് ചെയ്യുന്ന ഹൈപ്പർ ലിപ്പിഡീമിക് ഡ്രഗ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ എ നിക്കോട്ടിനിക് ആസിഡ് ആണ്. നിക്കോട്ടിനിക് ആസിഡ് ആണ് നമ്മുടെ GPCRലൂടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ c-meditech ആപ്പിന്റെ തന്നെ നമുക്കറിയാം. നമ്മുടെ ജനറൽ ഫാർമക്കോളജിയിലെ ഫാർമക്കോകൈനറ്റിക്സ് ആൻഡ് ഫാർമക്കോ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു സബ് ടോപ്പിക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ പല പല റിസപ്റ്ററിലൂടെ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സിനെ പറ്റി അതിന്റെ ഏകദേശം എന്തൊക്കെയാ പറയാകുമ്പോൾ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ചാർട്ട് നിങ്ങൾ പഠിച്ചു വെച്ച് പോകും. അതിൽ പല കൈൻഡ് ഓഫ് റിസപ്റ്റേഴ്സും ആ കൈൻഡ് ഓഫ് റിസപ്റ്ററിലൂടെ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണെന്നുള്ളതും അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും ജസ്റ്റ് നോക്കി വെച്ച് പോയേക്കാം. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആക്ച്വലി നിക്കോട്ടിനിക് ആസിഡ് ആണ്. നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ കാണാം. ഓക്കെ, സോ ഓപ്ഷൻ എ നിക്കോട്ടിനിക് ആസിഡ് ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ആൾറെഡി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് എന്തുണ്ട്, ഹൈപ്പോലിപിഡിമിക് ഡ്രഗ്സുകൾ ഉണ്ട്. സോ HMG കോയ റിഡക്ടേഴ്സ് ഇൻഹിബിറ്റേഴ്സിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് വരിക? സ്റ്റാറ്റിൻസ് ഒക്കെയാണ് അല്ലെ. സോ സ്റ്റാറ്റിൻസ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഏത് ക്ലാസിഫിക്കേഷനിലെ വരിക? HMG കോയ റിഡക്ടേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് ഇത് അറിഞ്ഞിരിക്കണം, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈപ്പോലിപിഡിമിക് ഡ്രഗ്സ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം.
ഇനി ഫൈബ്രിക് ആസിഡ് ഡെറിവേറ്റീവ് വരുന്നതാണ് നമ്മുടെ ക്ലോഫിബ്രേറ്റ്, ഫിനോഫിബ്രേറ്റ് അങ്ങനത്തെ ഡ്രഗുകളൊക്കെ, ജെംഫൈബ്രോസിൽ, സിപ്രോഫിബ്രേറ്റുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഓക്കെ, ഈ ഫ്ലൂവിസ്റ്റാറ്റിനും അങ്ങനെ. പിന്നെ ബൈലാസിൻ സെക്യൂസ്ട്രൻ എന്ന് പറയുന്ന ഒരു സബ് ക്ലാസിഫിക്കേഷൻ അണ്ടറിൽ വരുന്നതാണ് കോളിസ്റ്റൈറിമനും കോളിസ്റ്റിപ്പോളും. പിന്നെ LDL ഓക്സിഡേഷൻ ഇൻഹിബിറ്റർ ആണ് നമ്മുടെ പ്രൊബുക്കോള്. പിരിഡിൻ ഡെറിവേറ്റീവ്സ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ നിക്കോട്ടിനിക് ആസിഡ്, നിക്കോട്ടിനമൈഡും. സോ അത്തരം പിരിഡിൻ ഡെറിവേറ്റീവ്സ് ആണ് നമ്മുടെ GPCRലൂടെ ആക്ട് ചെയ്യുന്നത്. പിന്നെ കൊളസ്ട്രോൾ അബ്സോർപ്ഷൻ ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നതാണ് എസറ്റിമൈബ്. പിന്നെ മിസലേനിയസ് ഏജന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ബീറ്റാ സിറ്റോസ്റ്റിറോളും ഡെസ്ട്രോ തൈറോക്സിനും ഒക്കെ. ഓക്കെ, അപ്പൊ ഇവിടെ സ്റ്റാറ്റിൻസ് എന്ന് പറയുന്നതിന്റെ ആക്ഷൻ എന്തായിരുന്നു? അത് HMG കോയിൽ റിഡക്ടേഴ്സ് ഇൻഹിബിറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അത് എന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആന്റി ത്രോംബോട്ടിക് എഫക്റ്റുകളും ആന്റി ഓക്സിഡേറ്റീവ് എഫക്റ്റുകളും ആന്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റുകളും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അതേസമയം ഫിബ്രേറ്റ്സിന്റെ ആക്ഷൻ അല്ലെങ്കിൽ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്നത് PPAR ആൽഫ റിസെപ്റ്ററിനെ ആക്ടിവേറ്റ് ചെയ്യാന്നുള്ളതാണ് ഫിബ്രേറ്റ്സിന്റെ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയും അതേപോലെ ആന്റി അപ്പോപ്റ്റോക്ടിക് എഫക്റ്റും പ്രിവെൻഷൻ ഓഫ് സെൽ ഡെത്തും ഒക്കെ അതിനൊക്കെ വേണ്ടി സഹായിക്കും. ഓക്കെ, ഇനി അതേസമയം നിയാസിന്റെ കാര്യം നോക്കൂ. നിയാസിൻ ഈസ് ആക്ടിങ് ത്രൂ G പ്രോട്ടീൻ കപ്പിൾഡ് റിസെപ്റ്റർ. G പ്രോട്ടീൻ കപ്പിൾഡ് റിസെപ്റ്റേഴ്സിലൂടെ ആക്ട് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് നമ്മുടെ നിയാസിൻ എന്ന് പറയുന്നത്. സോ നിയാസിൻ അങ്ങനെ G പ്രോട്ടീൻ കപ്പിൾഡ് റിസെപ്റ്ററിലൂടെ ആക്ട് ചെയ്യുന്നത് വഴി നമുക്ക് ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഓക്സിഡേറ്റീവ് ആൻഡ് ഇൻഹിബിഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ് ആക്ടിവേഷൻ എന്നുള്ള ഫംഗ്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് നിക്കോട്ടിനിക് ആസിഡിനെ പറ്റി പറയാനുള്ളത്. ഈ ഒരു പോയിന്റ് ആണ് മെയിൻ, ഈ ലാസ്റ്റ് പോയിന്റ്. സോ എല്ലാ ക്ലാസിഫിക്കേഷൻസും നോക്കി വെച്ചിട്ട് പോവാ. ഹൈപ്പർലിപ്പിഡമിക് ഡ്രഗിന്റെ അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നന്നായിട്ട് മനസ്സിലാക്കി വെച്ച് പോവുക. ഇന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയ കാരണം തന്നെ ക്വസ്റ്റ്യൻസ് വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കാണാം. നമ്പർ 92, മാച്ച് ദ ഫോളോയിങ് സെൽസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം ലിസ്റ്റ് 1 വിത്ത് ദെയർ ഫംഗ്ഷൻ ലിസ്റ്റ് 2. അതായത് ലിസ്റ്റ് 1ലുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ കമ്പോണൻസിലെ ലിസ്റ്റ് 2ൽ അതിന്റെ പ്രോപ്പർ ഫംഗ്ഷനുമായിട്ട് മാച്ച് ചെയ്യാനാണ് ഇവിടെ ക്വസ്റ്റ്യൻ. സോ ലിസ്റ്റ് 1 എന്തൊക്കെയുള്ളത്? A മാസ്റ്റർ സെൽസ്, B ലിംഫോസൈറ്റ്, C T സെൽസ്, D മോണോസൈറ്റ് മാക്രോഫേജസ്. ലിസ്റ്റ് 2 എന്തൊക്കെയുള്ളത്? 1 മാസ്റ്റർ ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം, 2 അലർജിക് റിയാക്ഷൻ, 3 സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റിയാക്ഷൻ, 4 ആന്റിജൻ റെക്കഗ്നേഷൻ, ഫാഗോസൈറ്റോസിസ്. സോ ഇതിനെ കറക്റ്റ് ആയിട്ട് എങ്ങനെ മാച്ച് ചെയ്യാം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കറക്റ്റ് ഓപ്ഷൻ, അതായത് നമ്മുടെ ഓപ്ഷൻ A2B1, അതായത് നമ്മുടെ ഈ ഓപ്ഷനാണ് വരിക. ഓപ്ഷൻ B ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സോ അതായത് മാസ്റ്റർ സെൽസ് എന്തിനു വേണ്ടി നമ്മളെ സഹായിക്കുന്ന അലർജിക് റിയാക്ഷൻ അല്ലെ? നമുക്ക് എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസ് അതായത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്തുണ്ടാവണം? മാസ്റ്റർ സെൽസ് ആക്ടിവേറ്റഡ് ആവണം. നമുക്കറിയാം, നമുക്കിപ്പോൾ വല്ല ചുമയോ ശ്വാസം മുട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രോങ്കിയൽ സെക്രീഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടും. നമ്മുടെ ബോഡിയിലെ ഹിസ്റ്റമിന്റെ കണ്ടന്റ് ഒക്കെ ഒരുപാട് കൂടും അല്ലെ? സോ അങ്ങനെ കൂടണമെങ്കിൽ എന്തുണ്ടാവണം? അവിടെ മാസ്റ്റർ സെൽസ് ആക്ടിവേറ്റഡ് ആവണം. അപ്പൊ നമുക്ക് പൊതുവെ ഈ ശ്വാസം മുട്ടുള്ളവര് അല്ലെങ്കിൽ ചുമയുള്ളവർ അങ്ങനെയുള്ളവർക്കൊക്കെ രാത്രി കാലങ്ങളിലാണ് എന്ത് സംഭവിക്കാറുള്ളത്? അല്ലെങ്കിൽ ആഫ്റ്റർ ഈവനിങ് അല്ലെങ്കിൽ ലേറ്റ് ഈവനിങ്ങിലൊക്കെയാണ് നമ്മുടെ സിംറ്റംസ് ഓഫ് ഡിസീസ് കൂടാറുള്ളത്. അത് എന്താന്ന് പറഞ്ഞാൽ ആ സമയത്താണ് കൂടുതലും മസിൽ ആക്ടിവേഷൻ നടക്കുകയും ചെയ്യുക, ഹിസ്റ്റമിൻ റിലീസ് ഒക്കെ ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ മസിൽസിനെ നമുക്ക് എന്തിനോട് റിലേറ്റ് ചെയ്യാം? അലർജിക് റിയാക്ഷനോട് റിലേറ്റ് ചെയ്യാം. ഈ ലിംഫോസൈറ്റിനെ നമുക്ക് എങ്ങോട്ടാക്കാം? മാസ്റ്റർ ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം എന്നുള്ള നിലയ്ക്ക് നമുക്ക് വിളിക്കാൻ പറ്റിയ ഒന്നാണ് ലിംഫോസൈറ്റ്സ്. നമുക്കറിയാം ലിംഫോസൈറ്റ് ഈസ് എ കൈൻഡ് ഓഫ് WBC ആണ് അല്ലെ? സോ അത് എന്തിനു വേണ്ടി സഹായിക്കുന്നതാണ്? നമ്മുടെ ബോഡിയുടെ ഡിഫെൻസീവ് മെക്കാനിസത്തിന് സഹായിക്കുന്നതാണ് ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ നമുക്ക് മാസ്റ്റർ ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് ധൈര്യമായിട്ട് വിളിക്കാം. അതേസമയം T സെൽസ് എന്തിനു വേണ്ടി സഹായിക്കുന്നത്? സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയുടെ ആൾക്കാരാണ് നമ്മുടെ T സെൽസ് അല്ലെ? സോ സീനെ നമുക്ക് 3 ആയിട്ട് മാച്ച് ചെയ്യാം. ഇനി മോണോസൈറ്റും മാക്രോഫേജസും ഒക്കെ എന്തിനെ സഹായിക്കുന്നത്? ആന്റിജൻ റെക്കഗ്നേഷനും ഫാഗോസൈറ്റോസിസിനും ഒക്കെയാണ് സഹായിക്കുന്നത്. എന്തെങ്കിലും ഫോറിൻ അല്ലെങ്കിൽ പാത്തജനിക് ഓർഗാനിസംസ് ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് കയറുകയാണെന്ന് വെച്ചാൽ അതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിന് എഗെയിൻസ്റ്റ് ഫാഗോസൈറ്റോസിസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മോണോസൈറ്റ്സിന്റെയും മാക്രോഫേജസിന്റെ ഒക്കെ ഫംഗ്ഷൻ. ഫാഗോസൈറ്റോസിസ് ചെയ്ത് അതിനെ അവിടെ നമ്മുടെ ബോഡിയിൽ നിന്ന് നീക്കം ചെയ്യുന്നു. അതാണ് ആരുടെ ഫംഗ്ഷൻ? മോണോസൈറ്റിനും മാക്രോഫേജസിന്റെ ഒക്കെ ഫംഗ്ഷൻ. ഓക്കെ, സോ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ കാണാം. സോ ഓപ്ഷൻ B ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. സോ മാസ്റ്റർ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they may play a central role in the inflammatory and immediate allergic reactions. So they are able to release potent inflammatory mediators such as histamine, proteases, chemotactic factors, cytokines, and metabolite of arachidonic acid that act on the vasculature, smooth muscle, connective tissue, mucous gland, and inflammatory cells. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഹിസ്റ്റമിന്റെ റിലീസ് ഇതേപോലത്തെ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിന്റെ റിലീസിന് സഹായിക്കുന്ന ആൾക്കാരാണ് മാസ്റ്റ് സെൽസ്. ഈ ലിംഫോസൈറ്റ് അടച്ചത് നമുക്കറിയാം ഒരു WBC ടൈപ്പ് ഓഫ് WBC ആണെന്ന് പറയാം. They have fundamental importance in the immune system of our body. ഇനി T സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഈസ് പ്രൊവൈഡഡ് ബൈ
ടി ലിംഫോസൈറ്റ്സ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. ഓക്കെ, ഇനി മോണോസൈറ്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അതേപോലെ മാക്രോഫേജസിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ, ദേ ആർ ദ സെൻട്രൽ കമ്പോണന്റ് ഓഫ് ദ ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് എക്സേർട്ട് ആൻഡ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഇൻ ഓർക്കസ്ട്രേറ്റിംഗ് ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷന്റെ ഓർക്കസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ മോണോസൈറ്റ്സും മാക്രോഫേജസും ആണെന്ന് മനസ്സിലാക്കുക. സോ അതിന്റെ മെയിൻ റോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ ജനറേഷൻ ഓഫ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ആൻഡ് ഇൻ ദ റെഗുലേഷൻ ഓഫ് ദ ഇന്നേറ്റ് ആൻഡ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. അത് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിനെ റിലീസ് ചെയ്തതിന് ശേഷം ഇന്നേറ്റ് ആൻഡ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി സഹായിക്കുന്ന കൈൻഡ് ഓഫ് സെൽസ് ആയിട്ടാണ് പറയുന്നത്. ആൻഡ് ദേ ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ദ റെസൊല്യൂഷൻ ഓഫ് ഇൻഫ്ലമേഷൻ ആൻഡ് ദ റീഎസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹോമിയോസ്റ്റസിസ്. അതായത് ഇൻഫ്ലമേഷൻ റെസൊല്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതേസമയം തന്നെ നമ്മുടെ നോർമൽ ഹോമിയോസ്റ്റസിസിലേക്ക് നമ്മുടെ ബോഡീനെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ മോണോസൈറ്റ്സും മാക്രോഫേജസും സഹായിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഇതിനെ പറ്റിയിട്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കാണാം. നമ്പർ 93 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ക്യാൻ പ്രൊഡ്യൂസ് മിഡ്രിയാസിസ് വിത്തൗട്ട് സൈക്ലോപ്ലജിയ? അതായത് ഇവിടെ സൈക്ലോപ്ലജിയ പ്രൊഡ്യൂസ് ചെയ്യാതെ മിഡ്രിയാസിസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഡ്രഗ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അട്രോപ്പിൻ, ഓപ്ഷൻ ബി ട്രോപ്പിക്കമൈഡ്, ഓപ്ഷൻ സി ഹോമട്രോപ്പിൻ, ഓപ്ഷൻ ഡി എഫിഡ്രിൻ. സോ ഈ 4 എണ്ണത്തിലെ ഏതാണ് സൈക്ലോപ്ലജിയ പ്രൊഡ്യൂസ് ചെയ്യാതെ തന്നെ മിഡ്രിയാസിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി എഫിഡ്രിൻ ആണ്. ഓക്കെ, സോ എഫിഡ്രിൻ ഒഴികെ ബാക്കി എല്ലാം എന്താ സംഭവിക്കുന്നത്? മിഡ്രിയാസിസ് വിത്ത് സൈക്ലോപ്ലജിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ്. അതായത് മിഡ്രിയാസിസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ സൈക്ലോപ്ലജിയ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് അട്രോപ്പിനും ട്രോപ്പിക്കമൈഡും ഹോമട്രോപ്പിനും ഒക്കെ. അതേസമയം സൈക്ലോപ്ലജിയ ഇല്ലാതെ മിഡ്രിയാസിസ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഡ്രഗ് എന്ന് പറയുന്നത് ഇവിടെ എഫിഡ്രിൻ മാത്രമാണ്. നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ കാണാം. സോ എക്സ്പ്ലനേഷൻ വൈസ് നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ആണ്, ബി അല്ല, ഓപ്ഷൻ ഡി എഫിഡ്രിൻ ആണ്. മിഡ്രിയാറ്റിക്സും സൈക്ലോപ്ലജിക്സും എന്ന് പറഞ്ഞാൽ സൈക്ലോപ്ലജിക്സ് ആർ ദ ഡ്രഗ്സ് ദാറ്റ് മേ കോസ് പാരാലിസിസ് ഓഫ് സീലിയറി മസിൽസ്. നമ്മുടെ കണ്ണിന്റെ സീലിയറി മസിൽസിനെ പാരലൈസ് ചെയ്യുന്ന ഡ്രഗ് ആണ് സൈക്ലോപ്ലജിക്. അതായത് ഇപ്പോൾ നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടൊക്കെ, ഇപ്പോൾ കണ്ണ് ഡോക്ടറെ കാണാൻ വേണ്ടി പോകുമ്പോൾ അവർ നമ്മുടെ കണ്ണിൽ ഒരു ഇത് അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ ഒരു മരുന്ന് ഒഴിക്കും. അത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കണ്ണിലൊരു മങ്ങല് പോലെ തോന്നും അല്ലെ? അങ്ങനെയാണ് നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് എത്തുന്നത്. എന്നിട്ടാണ് ഡോക്ടർ നമ്മുടെ കണ്ണ് നോക്കുന്നത്. എന്താ അവിടെ സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ സീലിയറി മസിൽസിനെ പാരലൈസ്ഡ് ആക്കുകയാണ്. എന്നിട്ട് നോക്കുകയാണ് ചെയ്യുക. അപ്പൊ നമ്മുടെ കണ്ണിന്റെ കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ഇറ്റ് മേ കോസ് റിലാക്സേഷൻ ഓഫ് അക്കോമഡേഷൻ. അപ്പൊ അങ്ങനെ നമ്മൾ എന്താ പറയുക സൈക്ലോപ്ലജിക്സ് യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ സീലിയറി മസിൽസ് പാരലൈസ് ആവുകയാണ് ചെയ്യുന്നത്. അതേസമയം നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ അക്കോമഡേഷൻ, പവർ ഓഫ് അക്കോമഡേഷന്റെ റിലാക്സേഷൻ ആണ് അവിടെ നടക്കുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് എന്ന് പറയുന്നത് അട്രോപ്പിൻ സൾഫേറ്റും ഹോമട്രോപ്പിനും സൈക്ലോപെന്റനേറ്റ് ഹൈഡ്രോക്ലോറൈഡും ട്രോപ്പിക്കാമൈഡും ഒക്കെയാണ്. ഇവിടെ എവിടെയും തന്നെ നമ്മൾ എഫിഡ്രിൻ കണ്ടില്ല. അപ്പൊ എഫിഡ്രിൻ എന്തല്ല? മിഡ്രിയാറ്റിക് ആണ്, അതേസമയം സൈക്ലോപ്ലജിക് അല്ല. ഓക്കെ, സോ അതാണ് അതിന്റെ ആക്ഷൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നോർമൽ വാല്യൂ ഓഫ് HbA1c ഫോൾസ് ഇൻ ദ റേഞ്ച് ഓഫ്. ഇത് നമുക്ക് ക്ലിനിക്കൽ നമ്മുടെ എന്താ പറയാ ക്ലിനിക്കൽ ഫാർമസിയിൽ നമുക്ക് നോർമൽ റേഞ്ചുകൾ പഠിക്കാൻ തന്നിട്ടുണ്ട്. ഇപ്പൊ ഷുഗറിന്റെ, കൊളസ്ട്രോളിന്റെ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ഇത് ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. HbA1c പറയുമ്പോൾ ഏതാണ്? ഡയബറ്റീസ്, ഷുഗറിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു പാരാമീറ്റർ ആണ് HbA1c എന്ന് പറയുന്നത് അല്ലെ? സോ അതുകൊണ്ട് എന്താണ്? അപ്പൊ നോർമൽ വാല്യൂസ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുക. അപ്പൊ നോർമൽ വാല്യൂസ് എന്താണ്? അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ നോർമൽ വാല്യൂ ഓഫ് HbA1c ഫോൾസ് ഇൻ ദ റേഞ്ച് ഓഫ് 0.1 to 0.8%, 6.5 to 7.5%, 21.5 to 24.5%, D 51.5% to 53.5%. ഇത് നമ്മുടെ ഫാർമക്കോളജിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ തന്നെ ഇത് നമ്മുടെ ക്ലിനിക്കൽ ഫാർമസിയുടെയും ഭാഗമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം നോർമൽ വാല്യൂകളൊക്കെ നമ്മൾ ക്ലിനിക്കൽ ഫാർമസിയിൽ പഠിക്കുന്നുണ്ട്, അതായത് നമ്മുടെ ഫാർമസി പ്രാക്ടീസിൽ പഠിക്കുന്നുണ്ട്. അപ്പോ ഇതേപോലെ ക്വസ്റ്റ്യൻസ് വരാം. രണ്ടിലും വരുന്ന കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചിലപ്പോൾ ഏറെങ്കിലും ഒരു സബ്ജക്റ്റിലായിട്ട് ചോദിക്കാം. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും HbA1c വാല്യൂ എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഷുഗർ നോർമൽ ആയിരുന്നു വെച്ചാൽ അതിന്റെ ഒരു ആവറേജ് വാല്യൂ കഴിഞ്ഞ 2 to 3 മാസത്തിന്റെ ഉള്ളിലെ നമ്മുടെ ഷുഗറിന്റെ ഒരു ആവറേജ് റേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയാവും നമ്മൾ എപ്പോഴും HbA1c നോക്കുക. നമ്മളിപ്പോ ഒരാളുടെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് പണ്ടൊക്കെ അവരുടെ യൂറിൻ ഷുഗർ അല്ലെങ്കിൽ അവരുടെ ബ്ലഡ് ഷുഗർ ജസ്റ്റ് നോക്കുന്നു, അവർക്ക് ഡയബറ്റീസ് എത്രത്തോളം തീരുമാനിക്കുന്നു, വിടുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഡോക്ടർമാർ പോകുമ്പോൾ ഡോക്ടർമാരുടെ അടുത്ത് ഡയബറ്റീസിന്റെ ഉള്ള ആൾക്കാരൊക്കെ പോകുമ്പോൾ അവർ HbA1c നോക്കാനായിട്ട് പറയാറുണ്ട്. അപ്പൊ എത്രത്തോളം കൺട്രോളിലാണ് ഷുഗർ ഫോർ ദ പ്രിസീഡിങ് 2 to 3 months എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ കഴിഞ്ഞ 2 to 3 മാസത്തിൽ എത്രത്തോളം കൺട്രോള് ഈ പർട്ടിക്കുലർ പേഷ്യന്റ് ഷുഗറിനെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഡയബറ്റീസിനെ കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും HbA1c നോക്കാറുള്ളത്. പക്ഷെ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഒരു 6.5 to 7.5% റേഞ്ചിൽ വേണം HbA1cയുടെ നോർമൽ വാല്യൂ വരാനായിട്ട്. ഒരാൾക്ക് ഷുഗർ നോർമൽ ആണെന്ന് അറിയണമെങ്കിൽ അയാളുടെ HbA1c വാല്യൂ 6.5 to 7.5% ഉള്ളിൽ വേണം വരാനായിട്ട്. അതിന്റെ ചാർട്ട് ഉണ്ട്, നമുക്ക് കാണാം. നോക്കി, ഇതാണ്
ഈ ലോ ടു ഹൈ ഇതാണ് നമ്മുടെ റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻ. ഈ ലോയിലാണ് വെച്ചാൽ ഷുഗർ ഇല്ലാത്ത ഒരാളായിരിക്കാം, ഹൈ എന്ന് പറയുമ്പോൾ ഭയങ്കര ഷുഗർ കൂടുതലുള്ള ആളായിരിക്കും. സോ ഈ ഒരു റേഞ്ച് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും നോക്കാറില്ല. ഇപ്പൊ ഇവിടെ നോക്കി നോക്കിയേ, ഇവിടെ നമ്മളോട് പറഞ്ഞ 6.5 to 7.5 ഈ ഒരു റേഞ്ച് കാണിച്ചാൽ ഓക്കെയാണ്, പിന്നെ കുഴപ്പമില്ല. 6.5 to 7.5 റേഞ്ച് ആകുമ്പോഴത്തേക്കും എന്താ കൂടെന്ന് പറയുന്നത്, ഇതൊരു നോർമൽ റേഞ്ച് ആണ്. പച്ച കളർ കണ്ടോ, ഇതൊരു നോർമൽ റേഞ്ച് ആണ്. ഇതിലേക്കാളും മുകളിലോട്ട് പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ആൾക്ക് ഡയബറ്റീസ് കൂടുതലാണ്. താഴത്തോട്ട് വരാൻ നോർമൽ പേഴ്സൺ ആണ്, ആൾക്ക് ഡയബറ്റീസ് ഒന്നും ഇല്ലാത്ത ഒരാളായിരിക്കും. സോ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരു പ്രീ ഡയബറ്റീസ് ടു ഡയബറ്റീസ് അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഈ 6.5 to 7.5%. അപ്പൊ ആ ഒരു ഇത് റേഞ്ച് കുഴപ്പമില്ലാത്ത ഒരു റേഞ്ച് ആണ്, നോർമൽ റേഞ്ച് ആയിട്ട് നമ്മൾ പറയുന്നതാണ് 6.5 to 7.5 എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ റേഞ്ച്. സോ എന്താണ് HbA1c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ ഈസ് ടേക്കൺ ആസ് ആൻ ഇൻഡെക്സ് ഓഫ് പ്രോട്ടീൻ ഗ്ലൈക്കോസിലേഷൻ. നമ്മുടെ ബോഡിയിൽ എത്രത്തോളം പ്രോട്ടീൻ ഗ്ലൈക്കോസിലേഷൻ നടക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷർമെന്റ് ആണ് ആക്ച്വലി HbA1c എന്ന് പറയുന്നത്. സോ ഇറ്റ് റിഫ്ലക്ട് ദ സ്റ്റേറ്റ് ഓഫ് ഗ്ലൈസീമിയ ഓവർ പ്രിസീഡിംഗ് 2 to 3 months. കഴിഞ്ഞ ഒരു 2 to 3 months ആയിട്ട് എത്രത്തോളം നമുക്ക് ഗ്ലൈസീമിക് കൺട്രോൾ ഉണ്ട് നമ്മുടെ ബോഡിയിൽ, അല്ലെങ്കിൽ എത്രത്തോളം ബ്ലഡ് ഗ്ലൂക്കോസ് കൺട്രോൾ നമ്മുടെ ബോഡിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു മെഷർമെന്റ് അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്, നമ്മുടെ HbA1c വാല്യൂവിനെ കാണുന്നത്. Okay. ഇനി 95, all the following are TNF alpha inhibitors except. ഈ പറയുന്നതിലെ TNF ആൽഫ ഇൻഹിബിറ്റർ അല്ലാത്ത ഡ്രഗ് ഏതാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതാണ് പറഞ്ഞത്, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ചു നോക്കണം. All the following are TNF alpha inhibitors except. ഇതിൽ പറയുന്നതില് കുറച്ച് ഏജൻസ് TNF alpha inhibitors ആണ്. അപ്പൊ ഇതിൽ TNF alpha inhibitors അല്ലാത്ത ആള് ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. A etanercept, B infliximab, C adalimumab, D basilicimab. ഇതിൽ 4 ഏതാണ് TNF ആൽഫ ഇൻഹിബിറ്റർ അല്ലാത്തത്? സോ നമുക്കറിയാം എറ്റാനസെപ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇൻഫ്ലിക്സിമാബും അഡാനിമുമാബും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ഇതിൽ ബാസിലിസിമാബിനെ പറ്റി നമ്മൾ അധികം കേട്ടിട്ടില്ല. സോ അതുകൊണ്ട് എന്താണ് നമ്മുടെ TNF ആൽഫ ഇൻഹിബിറ്റർ അല്ലാത്തത് ബാസിലിസിമാബ് ആണ്. സോ ബാസിലിസിമാബ് ഒഴികെ ബാക്കിയെല്ലാം എന്താണ് TNF ആൽഫ ഇൻഹിബിറ്റർ ആണ്. സോ ഓപ്ഷൻ ഡി ബാസിലിസിമാബ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ നമുക്ക് കാണാം TNF ആൽഫ ഇൻഹിബിറ്ററിൽ എറ്റാനസെപ്റ്റ് നമ്മൾ കേട്ടിരിക്കുന്നത് റുമാറ്റോയിഡ് ആർത്രൈറ്റിസിന്റെ കേസിലാണ്. So rheumatoid arthritis, juvenile idiopathic arthritis, psoriatic arthritis, ankylosing spondylitis, plaque psoriasis, pediatric plaque psoriasis. So ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു TNF ആൽഫ ഇൻഹിബിറ്റർ ആണ് നമ്മുടെ എറ്റാനസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതേസമയം അഡാലിമുമാബ് നമ്മൾ കേട്ടിരിക്കുന്നത് ഇതേപോലെ തന്നെ റുമാറ്റോയിഡ് ആർത്രൈറ്റിസില്, പോളി ആർട്ടിക്കുലർ ജുവനൈൽ ഇഡിയോപ്പത്തിക് ആർത്രൈറ്റിസില്, ആക്സിയൽ സ്പോണ്ടിലോ ആർത്രൈറ്റിസ്, ആൻകലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്, സോറിയാറ്റിക് ആർത്രൈറ്റിസ്, സോറിയാസിസ്, ക്രോൺസ് ഡിസീസ്, പീഡിയാട്രിക് ക്രോൺ ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസിലൊക്കെ നമ്മൾ അഡാലിമുമാബ് കേട്ടിട്ടുണ്ട്. പിന്നെ ഹൈഡ്രാൻഡെനൈറ്റിസ്, സുപ്പുറാറ്റിവ, യുവൈറ്റിസ്. സോ ഈ കാര്യത്തിലൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാറില്ല, അഡാലിമുമാബ് എന്ന് പറയുന്ന TNF ആൽഫ ഇൻഹിബിറ്റർ യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇൻഫ്ലിക്സിമാബ് എന്താണ്, ഇതേപോലെ റുമാറ്റോയിഡ് ആർത്രൈറ്റിസില്, ക്രോൺസ് ഡിസീസില്, പീഡിയാട്രിക് ക്രോൺ ഡിസീസില്, അൾസറേറ്റീവ് കൊളൈറ്റിസില്, പീഡിയാട്രിക് അൾസറേറ്റീവ് കൊളൈറ്റിസില്, ആൻകൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസില്, അതേപോലെ സോറിയാറ്റിക് ആർത്രൈറ്റിസില്, സോറിയാസിസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു TNF ആൽഫ ഇൻഹിബിറ്ററാണ് ഇൻഫ്ലിക്സിമാബ്. ഇവിടെ എന്താണ് കാണാത്തത്, ബാസിലിസിമാബ് കാണുന്നില്ല. ബാസിലിസിമാബ് TNF ആൽഫ ഇൻഹിബിറ്റർ അല്ല. ഓക്കെ, ഇനി സെർട്ടോളിസിമാബും പെഗോളും ഒക്കെ റുമാറ്റോയിഡ് ആർത്രൈറ്റിസിൽ യൂസ് ചെയ്യുന്നതാണ്. ഗോലിമുമാബ് എന്ന് പറയുന്നതും റുമാറ്റോയിഡ് ആർത്രൈറ്റിസിലും ആൻകൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസിലും സോറിയാറ്റിക് ആർത്രൈറ്റിസിലും യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്, TNF ആൽഫ ഇൻഹിബിറ്റർ എന്ന് പറയുന്ന ഒരു സബ് കാറ്റഗറി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ എപ്പോഴും എവിടെയാണ് യൂസ് ചെയ്യുക, ആർത്രൈറ്റിസിന്റെ ട്രീറ്റ്മെന്റുകൾക്ക് യൂസ് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് മെഡിസിൻസ് ആണ്. സോ അതിൽ എന്ത് തന്നെ വരുന്നില്ല, ബാസിലിസിമാബ് എന്ന് പറയുന്ന മരുന്ന് വരുന്നില്ല. ഓക്കെ, ബാക്കിയുള്ള എല്ലാ മരുന്നുകളും എവിടെ വരുന്നുണ്ട്, TNF ആൽഫ ഇൻഹിബിറ്ററിന്റെ അണ്ടറിൽ വരുന്നതാണ്. ബാസിലിസിമാബ് എന്നുള്ള ഡ്രഗ് ഒഴികെ ബാക്കിയെല്ലാം എന്താണ് TNF ആൽഫ ഇൻഹിബിറ്റർ ആയിരുന്നു ആ ഓപ്ഷൻ. സോ ഓപ്ഷൻ ഡി ബാസിലിസിമാബ് ആണ് കറക്റ്റ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 96 ആണ്. എ 70 kilo woman was administered 1000 mg of drug as IV bolus. So after its uniform distribution in the body, the plasma concentration of the drug was found to be 50 mg per liter. So what is the volume of distribution? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ ആൻസർ A 70 ലിറ്റർ, B 500 ലിറ്റർ, C 20 ലിറ്റർ, D 0.1 ലിറ്റർ. സോ ഇതിൽ ഏതാണ് ഇതിന്റെ ആൻസർ വരിക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ആക്ച്വലി ഒരു പ്രോബ്ലം ആണല്ലേ. സോ ഇത് ഏതൊക്കെ പ്രോബ്ലം ആയിട്ട് പറയാം, നമുക്കിത് ബയോഫാമിലെ പ്രോബ്ലം ആയിട്ട് പറയാം, അല്ലെങ്കിൽ നമുക്കിത് കോളേജിലെ ഒരു പ്രോബ്ലം ആയിട്ട് പറയാം, പല രീതിക്ക് നമുക്ക് ഇതിനെ പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ഓൾറെഡി നമുക്കറിയാം, നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട് ബയോഫാമില്, VD is equal to X/C എന്നുള്ളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. സോ അതിൽ X എന്ന് പറഞ്ഞാൽ എന്താണ്, എമൗണ്ട് ഓഫ് ദ ഡ്രഗ് ഇൻ ദ ബോഡി, C എന്ന് പറഞ്ഞാൽ പ്ലാസ്മ കോൺസെൻട്രേഷൻ ഓഫ് ദ ഡ്രഗ് ആണ്. സോ അത് തന്നെയാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ഓൾറെഡി നമുക്ക് ആ എക്സ് എത്രയാണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്, സി എത്രയാണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി VD മാത്രമേ കണ്ടുപിടിക്കേണ്ടൂ. സോ VD is equal to X/C എന്ന് പറയുകയാണെങ്കിൽ 1000/50 എന്ന് പറയും.
കാരണം 1000 ആണ് എമൗണ്ട് ഓഫ് ഡ്രഗ് ഇൻ ദ ബോഡി. സോ അത് ബൈ 50 ഈസ് ദ പ്ലാസ്മ കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ്. സോ 1000/50 എത്രയാണ് വരിക എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ഡ്രഗ് ഇൻ ദ ബോഡി 1000 mg ആണ് നമുക്കറിയാം. പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ ഓൾറെഡി 50 mg/L തന്നിട്ടുണ്ട്. സോ ഈ ഫോമിലേക്ക് നമുക്ക് അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ വി ഡി ഈക്വൽ ടു 1000/50. ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കാൽക്കുലേഷൻ ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഭാഗ്യമാണ്. കാരണം എല്ലായ്പ്പോഴും അങ്ങനെ കിട്ടാറില്ല. ഇപ്പൊ 2019 ഇതിനെക്കാളും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട് പ്രോബ്ലംസിൽ തന്നെ. ഓക്കെ, സോ ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ വി ഡി ഈക്വൽ ടു x/c, ദാറ്റ് ഈസ് 1000/50 എന്ന് എഴുതുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ലിറ്റർ. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ, ഇപ്പൊ 0 വെട്ടിപ്പോയി 5 100ലേക്ക് 20. ഓക്കെ, അപ്പൊ 20 ലിറ്റർ ആണ് കറക്റ്റ് ഓപ്ഷൻ വരെ. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി 20.